വേഗം പ്രസന്റേഷൻ റെഡിയാക്കിക്കോ. ദയവ് ചെയ്ത് ഇന്നത് കുളവാക്കാൻ നിൽക്കേണ്ട. അവളിന്ന് അത്ര നല്ല മൂഡിലല്ല. അയ്യോ ചിമ്മി, ഞാൻ റെഡിയല്ല. എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. ഞാനൊന്നും ആയിട്ടില്ല. അപ്പൊ നീ ഇതുവരെ അത് ചെയ്ത് തീർത്തില്ലേ? സൂപ്പർ. ഇന്ന് നിന്നെ അവള് കൊല്ലും മോളെ, നീ നോക്കിക്കോ. ചിമ്മി അങ്ങനെ പറയല്ലേ, എന്തേലും ഒന്ന് ചെയ്യടാ. ഞാൻ എന്തോന്ന് ചെയ്യാൻ? ഇതും പറഞ്ഞ് അങ്ങോട്ട് ചെന്നാ അവൾ ആദ്യം എന്നെ കൊല്ലും, പിന്നെ നിന്നെ കൊല്ലും. അതുകൊണ്ട് എന്താന്ന് വെച്ചാ പെട്ടെന്ന് ചെയ്യേ. ഒരു 10 മിനിറ്റ് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ലാഗാക്കാം. 10 മിനിറ്റോ? എടാ പട്ടി, ഇന്നലെ മര്യാദയ്ക്ക് ഇത് ചെയ്തോണ്ടിരുന്ന ഞാനാ. നീയല്ലേ എന്നെ വിളിച്ചിട്ട് നേരം മുഴുവൻ കളഞ്ഞത്. എന്നിട്ടിപ്പോ ഒരുമാതിരി കാണാൻ വർത്താനം പറയുന്നു. അത് പിന്നെ അന്നേരത്തെ ഒരു സാഹചര്യത്തിൽ. എന്തായാലും ഏട്ടയുടെ വാർച്ചി പെട്ടെന്ന് സെറ്റാക്ക്. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറച്ചു നേരം കൂടെ നീട്ടി വെക്കാൻ നോക്കാം. അപ്പൊ ബൈ. എടിയിലെ സമൂഹം ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എന്റെ കൊച്ചിനെ. ഇല്ലേ ആ കാട്ടുമ്പോഴൊന്ന് കൊന്നു തിന്നുവളെ. എന്താണ് മാഡം എന്നെ ഇങ്ങനെ നോക്കി ദഹിപ്പിക്കുന്നേ? നോക്കി പഠിപ്പിക്കാതെ വാതിറന്ന് കാര്യം പറയടി കുട്ടി. കോപ്പേ, നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓഫീസിൽ നിന്റെ ഒന്നും കൊഞ്ചലും കുഴയിലും വേണ്ടാന്ന്. അതൊക്കെ അങ്ങ് നിന്റെ വീട്ടില്. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. അത് ഞാനൊന്ന് ചെറുതായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പോയതല്ലേ. നീ ഒന്ന് അടങ്ങ് എന്റെ കുക്കി. ഉച്ച കഴിഞ്ഞല്ലേ ക്ലയന്റ് വരും, അപ്പത്തേക്ക് അവള് സെറ്റാക്കിക്കോളും. ഈ പോക്കാണ് രണ്ടിനെ ഞാൻ ഇവിടെ ചവിട്ടി പുറത്താക്കും. ക്ലയന്റ് വന്നിട്ട് കണ്ടാൽ മതിയോ? എനിക്ക് അതിന് മുമ്പ് ഒരു തവണയെങ്കിലും അത് കണ്ട് കറക്ഷൻസ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം. ബെസ്റ്റ് ക്വാളിറ്റീസിൽ മാത്രമേ എന്റെ ക്ലയൻസിന് ഞാൻ പ്രൊഡക്ട്സ് പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. അത് നിനക്കറിയാലോ. മീറ്റിംഗിന് മുമ്പ് ഒരു തവണ നിനക്കത് കാണണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ശരിയാക്കി തരാം. നീ ഒന്ന് വെറുതെ വിടവളെ, ഇങ്ങനെ കഷ്ടപ്പെടുത്തില്ല എന്റെ കൊച്ചിനെ നീ. വെറുതെ അല്ല, പണ്ടേ മുത്തശ്ശൻ പറഞ്ഞത് ഓഫീസിൽ റിലേഷൻഷിപ്സ് വെച്ചോണ്ടിരിക്കരുതെന്ന്. അന്നത് കേട്ടാ മതിയായിരുന്നു. അല്ല അതൊക്കെ പോട്ടെ, നിനക്കിന്ന് എന്താ പറ്റിയേ? മൊത്തത്തിലൊരു കലിപ്പ്. വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറയൂടി, എന്താണല്ലോ നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ. അവര് വീണ്ടും വന്നിട്ടുണ്ട് ചിമ്മി. ഇത്തവണ എന്റെ കല്യാണ വിഷയം. ആരാ? എന്റെ തന്തപ്പടിയാ? അവരൊക്കെ എന്നെ പണ്ടേ ഉപേക്ഷിച്ചതല്ലേ. ഞാൻ കിട്ടിയാലും ഇല്ലേലും അവർക്കെന്താ. ഇതെന്റെ മൂത്ത അമ്മാവന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇത്തവണ കൂടെ കിച്ചു വേട്ടനുണ്ട്. എന്റെ അംഗീകാരം കേട്ട് ഉടനെ നടത്തണം. ഇപ്പൊ അതാണ് പുതിയ ആവശ്യം. കമ്പനി തിരിച്ചു പിടിക്കാനുള്ള പുതിയ പ്രഹസനം കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷെ നീ എന്തിനാ എനിക്കിങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? പറ്റില്ല എന്ന് പറഞ്ഞാൽ നിന്നെ അവിടെ പോയി പിടിച്ചു കെട്ടി കെട്ടിക്കാൻ ആരും പോകുന്നില്ലല്ലോ. ഇനി നിനക്ക് അയാളോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വല്ലതും വിളിച്ച് പറയും കേട്ടോ. അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. നിനക്കറിയാലോ, മാരേജ് ഒന്നും എന്റെ പ്ലാനിലേ ഇല്ല. അതെനിക്ക് കിച്ചുവേട്ടനല്ല, വേറെ ആരായാലും. പിന്നെ നീ എന്താ സന്യസിക്കാൻ പോവാ? ചിമ്മി, നമ്മൾ ആ ടോപ്പിക് കുറെ ഡിസ്കസ് ചെയ്തതല്ലേ. ഓക്കെ അത് പോട്ടെ. എന്തായാലും നീ ഒരു നോ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. നിന്റെ ഗ്രാൻഡ് എന്തെങ്കിലും നിനക്കെതിരായിട്ട് നിന്റെ കല്യാണം നടത്താനൊന്നും നോക്കില്ല. പിന്നെ നീ എന്തിനാ കിടന്ന് ടെൻഷൻ അടിക്കുന്നേ? അതാ ചിമ്മി ഇപ്പോഴത്തെ പ്രശ്നം. അവരത് മുന്നേ കണ്ടെറിഞ്ഞു വിത്തവണ. എനിക്ക് മുന്നേ അവർ മുത്തച്ഛനെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ആ പാവത്തിനിപ്പോ ഏത് നേരം എന്റെ കല്യാണക്കാരിയേ ഉള്ളൂ പറയാൻ. ഒന്നെങ്കിൽ അയാള്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. ആരാണെങ്കിലും എന്റെ ചോയ്സ് ആണ്. പക്ഷെ ഉടനെ എന്റെ കല്യാണം ഉണ്ടാവണം. മുത്തച്ഛനും മുത്തശ്ശിക്കും ഇപ്പൊ എന്നോട് വേറെ ഒന്നും പറയാനില്ല. ഞാൻ അത് പെട്ടുപോയൊരവസ്ഥയാ. ഇനിയിപ്പൊ ഞാനായിട്ട് ആരെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ ഉറപ്പാ അവരെന്റെ കെട്ട് കിച്ചുവേട്ടനെ കൊണ്ട് നടത്തിക്കും. അല്ലെങ്കിൽ കമ്പനി എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും. ഇതിലെന്തെങ്കിലുമൊക്കെ ഉടനെ നടന്നിരിക്കും. അപ്പൊ സംഗതി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നല്ലോണം കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, സോ വാട്ട്സ് യുവർ പ്ലാൻ? നീ എന്തായാലും എന്തെങ്കിലും ഒരു കൊമിസ്റ്റ് മനസ്സിൽ കാണാതിരിക്കില്ലല്ലോ. അതാ ചെമ്മി പ്രശ്നം. എന്റെ മനസ്സിൽ ഇത്തവണ ഒന്നും തെളിയുന്നില്ല. ഐ ആം കംപ്ലീറ്റ്ലി ബ്ലാങ്ക്. ഞാൻ ആലോചിച്ചിട്ട് ഇതിനൊരു ഒറ്റ വഴിയേ ഉള്ളൂ. നീ എന്താ പറ. നീ ഒരാളെ എത്രയും വേഗം കണ്ടുപിടിക്കണം. ആരെ? എന്തിന്? കെട്ടാൻ. അല്ലാതെന്തിനാ? ചിമ്മി, വെറുതെ എന്റെ വായിരിക്കുന്ന കേക്കണ്ട കേട്ടോ. നിനക്ക് അറിഞ്ഞൂടെ എനിക്കിവിടെ കെട്ടാൻ മുട്ടി നിൽക്കില്ലെന്ന്. നീ ഒന്ന് അടങ്ങ്, ഞാൻ പറയട്ടെ. വേണ്ട, എന്നെ കെട്ടിക്കാനാണെങ്കിൽ നീ തൽക്കാലം ഒരു പ്ലാനുമായിട്ട് ഇങ്ങോട്ട് വരണ്ട. നിന്നോട് ശരിക്കും കെട്ടാനല്ലല്ലോ ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഒന്ന് അഭിനയിക്കാൻ. നിനക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് അറിഞ്ഞാ പിന്നെ അവരാരും നിന്നെ ശല്യം ചെയ്യില്ല. കല്യാണ കാര്യം പറഞ്ഞിട്ട് വരികയേ ഇല്ല. അതാ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ മുത്തശ്ശനോട് കള്ളം പറയാന്നൊക്കെ വെച്ചാ. അല്ലാതെ സത്യം പറഞ്ഞു കൊണ്ടുപോയി കാണിക്കാൻ നിനക്ക് ചെക്കനില്ലല്ലോ. വേറെ ഒരു സൊല്യൂഷനും തൽക്കാലം എന്റെ തലയിൽ വരുന്നില്ല. നീ ഒന്ന് ഇരുത്തി ആലോചിക്കുക. എന്തായാലും ഈ പ്രശ്നം കാരണം രാവിലെ മോളൊന്നും തിന്നു കാണില്ലല്ലോ. ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് അയക്കാം. അതൊക്കെ കഴിച്ച് ഒന്ന് ഇരുത്തി ആലോചിക്കുക. ഓക്കെ, ഞാൻ പോയി അപ്പോഴത്തേക്കിന് അയ്യൂഞ്ചിയുടെ പ്രസന്റേഷൻ ഒന്ന് റെഡിയാക്കിയിട്ട് വരാം.
യോഞ്ചി, ഞാൻ നന്നായിട്ടൊക്കെ ചെയ്തു. പക്ഷെ അടുത്ത തവണ ഇത്ര ലേറ്റ് ആക്കാൻ പാടില്ല. പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തോണം. മനസ്സിലായോ? സോറി മാഡം. യെസ്, എനിക്ക് മനസ്സിലായി. I have decided. ഞാൻ ഒരു തീരുമാനം എടുത്തു. I need a man to be my boyfriend by 10 AM tomorrow. ഓക്കെ? അറിയാലോ, എനിക്ക് ആരായാലും പ്രശ്നമൊന്നുമില്ല. പെർ ഡേ 2000 rupees വീതം കൊടുക്കാൻ ഞാൻ റെഡിയാണ്. മനസ്സിലായോ? നാളെ രാവിലെ 10 മണി ആളിവിടെ ഉണ്ടാവണം. നിനക്ക് എന്നെ കണ്ടിട്ട് എനിക്ക് മറ്റേ പണിയുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഐ എം വെരി സോറി. ഞാൻ അത്രക്കാരൻ നഹി ഹേ. ഓ എന്റെ ചിമ്മി, നിനക്കറിയാലോ എനിക്കിങ്ങനെ അധികം ആരോടും പരിചയമൊന്നുമില്ലാന്ന്. ഞാൻ പിന്നെ വേറെ ആരോട് പോയി ചോദിക്കാനാ? നീ അല്ലാതെ വേറെ ആരെ എനിക്കൊരു ചെക്കനെ തപ്പിത്തരാനുള്ളത്? എന്നാലും പ്ലീസ് ചിമ്മി, ഒന്ന് തപ്പടാ. ഞാൻ വേറെ ആരോട് പോയി ചോദിക്കാനാ? ആ ഉണ്ട്, പറ്റിയ ഒരാളുണ്ട്. നിനക്കുള്ള ആളെ ഞാൻ ഒപ്പിച്ചോണ്ട് തരാം. നാളെ ഒരു 10 മണി അല്ലല്ല 9 മണിക്ക് തന്നെ നിന്റെ ചെക്കനുമായിട്ട് ഞാൻ ഇവിടെ എത്തും. ഡാ, വഴിക്കൂടെ പോണ ഏതായാലും വായി നോക്കിയെടുത്ത് എന്നെ പെള്ളിക്ക് വെക്കാൻ നോക്കുന്നെങ്കിൽ അറിയാലോ നിനക്കെന്നെ. ഏയ് നെവർ. ഞാൻ അങ്ങനെ ചെയ്യൂ? നീ എന്നെ പറ്റി അങ്ങനെയൊക്കെയാ വിചാരിച്ചിരിക്കണേ? മോശം മോശം, വളരെ മോശം. ഇതെന്തായാലും അങ്ങനെ വഴിയേ പോണ വയ്യാവേലിയൊന്നും അല്ല. എനിക്ക് നന്നായി അറിയണ ചെക്കന്. അവൻ എന്തായാലും ഇപ്പൊ പണിയൊന്നും ഇല്ലാതിരിക്കുക. ഇങ്ങനൊരു അവസരം കിട്ടിയ അവൻ എന്തായാലും ചാടി വീഴുമെന്ന് എനിക്ക് ഉറപ്പാ. പിന്നെ നിങ്ങൾ തമ്മിൽ നല്ല മാച്ചും ആയിരിക്കും. അതിന് മാച്ച് നോക്കാൻ ഞാൻ അവനക്കറി കെട്ടാനൊന്നും പോണില്ല. ജസ്റ്റ് ഒന്ന് അഭിനയിക്കുക, എല്ലാവരുടെയും കണ്ണി പൊടിയിടാൻ. അത്രേ ഉള്ളൂ. വെറും ഫേക്ക്. ഫേക്ക് ആണേലും കുറച്ച് റിയലിസ്റ്റിക് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടല്ലേ. ലാസ്റ്റ് എന്റെ പെടലേക്ക് എങ്ങാണ് ഇത് ഇരുന്ന മോനെ ചിമ്മി. പിന്നെ നിനക്കുള്ളത് ഞാൻ പുറകെ തന്നോളാം, അത് ഓർത്തോ നീ. എന്റെ കർത്താവേ, ഈ വഴിയെ പോണ കുരിശൊക്കെ കറക്റ്റ് ആയിട്ട് എങ്ങനെ എന്റെ നെഞ്ചത്ത് തന്നെ വന്ന് കയറുന്നു? ഒരിക്കലുമില്ല. എന്നെ ഒന്ന് വിശ്വസിക്കടി മോളെ. അപ്പൊ ചേട്ടൻ ഇപ്പൊ പോയിട്ട് നാളെ രാവിലെ നിന്റെ ചെക്കനുമായിട്ട് ലാൻഡ് ആവാം. ഓക്കെ? എന്തായാലും അവനെ കണ്ട് നീ ഞെട്ടും. നീ നോക്കിയിരുന്നോ? ഓ ആയിക്കോട്ടെ. തൽക്കാലം എന്റെ ബ്രോക്കർ ചേട്ടൻ ഒന്നിറങ്ങിപ്പോ. എന്നിട്ട് പറഞ്ഞ പണിയൊക്കെ എടുക്ക് കേട്ടോ. ഓ യെസ് മാഡം. അൺഗ്രേറ്റ്ഫുൾ പീപ്പിൾ. ഒരു നന്ദിയില്ലാത്ത സാധനം. ഓ ഇനി ഏത് മരണത്തെ വിളിച്ചോണ്ടാണോ നാളെ ഇങ്ങോട്ട് വരാൻ പോകുന്നത്? അളിയാ, എടാ അളിയാ, നിന്റെ അളിയൻ വന്നടാ. നിനക്കുള്ള ലോട്ടറിയുമായിട്ട് വന്നടാ നിന്റെ അളിയൻ. എവിടെടാ മാറി നീ? ഓ തമ്പുരാൻ പള്ളിയുറക്കത്തിലാണോ? എണീക്കടാ പട്ടി. അയ്യോ അമ്മേ, ഞാൻ കുഴി വീണേ. എന്റെ ചന്തി, എന്താടാ പട്ടി നിനക്ക്? മനുഷ്യന്റെ സമാധാനമായിട്ടൊന്ന് ഉറങ്ങാനും സമ്മതിക്കൂല്ലേ? തീറ്റിയും ഉറക്കം, പിന്നെയും തീറ്റിയും ഉറക്കം. അല്ല നിനക്ക് ഇവിടെ വേറെ എന്ത് പണിയാണോ ഉള്ളത്? ആഹാ അത് ശരി. അപ്പൊ ഈ വീട്ടിലെ പണിയൊക്കെ പിന്നെ നിന്റെ മറ്റവളാണോ വന്നെടുക്കുന്നത്? ഒരു ഉത്തമയായ ഭാര്യയെ പോലെ ഇവിടുത്തെ പണിയൊക്കെ ചെയ്ത് നിനക്ക് തിന്നാനുള്ളതൊക്കെ വെച്ചുണ്ടാക്കി ഈ വീട് മുഴുവൻ തൂത്ത് തുടച്ചിട്ട് ഉരുകി ഉരുകി തീരെ എന്റെ ജീവിതം ചന്ദനമണിയിലെ അമൃതയെ പോലെ. ഒരു പണിക്കും പോവാതെ എന്നെ ഊസ് ഇങ്ങനെ ജീവിക്കുക. നിനക്ക് ഏതായാലും ഇവിടെ എന്താ പണിയുള്ളത്? ഇനി നിനക്ക് ഞാൻ അതുകൂടെ ചെയ്തു തരാടാ. കൊണ്ടു നിന്റെ വാക്കുകൾ കൊണ്ടത് എന്റെ ഈ ഹൃദയത്തില. അറിയോ നിനക്ക്? കണക്കായി പോയി. എടപെട്ടാ, നിനക്കുള്ളൊരു ഗോൾഡൻ ഓഫറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താ പുതിയ വല്ല ഇന്റർവ്യൂ ആണോ? ഏറെക്കുറെ. പക്ഷെ ഇത് സാധാരണ പറയണ പോലെ വെറും ജോലിയല്ല മോനെ. നിനക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷനാ. എന്തായാലും നീ ഇതിന് നോ പറയാൻ പോകുന്നില്ല. നിന്റെ പെണ്ണിന്റെ ബോയ് ഫ്രണ്ട് ആവാനുള്ള ഒരു ആപ്ലിക്കേഷൻ. എന്തോന്ന്? എടാ പൊട്ട കുക്കി, അവൾക്കൊരു ബോയ് ഫ്രണ്ട് വേണം എത്രയും വേഗം. അപ്പൊ അവളുടെ സന്യാസമൊക്കെ കഴിഞ്ഞു. അത് മാറണേലേ അവള് ചാവണം. പിന്നെ ഇത് വെറും ഫേക്ക് ബോയ് ഫ്രണ്ട്. ഈ അറേഞ്ച്ഡ് മാരേജ് ഒക്കെ പോലെ ഒരു അറേഞ്ച്ഡ് ബോയ് ഫ്രണ്ട്. ഓ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതെ, അപ്പൊ എങ്ങനെയാ മോൻ റെഡിയല്ലേ അവളുടെ അറേഞ്ച്ഡ് ബോയ് ഫ്രണ്ട് ആവാൻ? ഓഫ് കോഴ്സ്, ചോദിക്കേണ്ട കാര്യമുണ്ടോ? റിയൽ ആണേലും ഫേക്ക് ആണേലും അവളുടെ ബോയ് ഫ്രണ്ടും ഹബ്ബിയും ഒക്കെ ആവാൻ ഈ ഞാനുണ്ട് ഇവിടെ. പക്ഷെ നീ നോക്കിക്കോടാ ചെമ്മി, ഈ കച്ചിത്തുരുമ്പിൽ പിടിച്ച് ഞാൻ അങ്ങ് കേറി അവളുടെ കഴുത്തിലൊരു മിന്ന് കെട്ടുന്നതും വരെ ഞാൻ കേറും എന്റെ മോനെ. നിനക്ക് അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരല്ലേ? അതൊക്കെ എന്റെ പെണ്ണിന്റെ ഒരു കൊച്ചു കൊച്ചു കുസൃതികളല്ലേടാ ചിമ്മി. എന്റെ അടുത്തല്ലാതെ വേറെ എവിടെ അവൾ അതൊക്കെ കാണിക്കുക? അതെ, ചെരുപ്പൂരി ഓടിച്ചിട്ട് തല്ല്, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത് പിടിപ്പിക്കല്, ഇതൊക്കെയാണല്ലോ അല്ലേ അവളുടെ ചെറിയ ചെറിയ കുസൃതികള്. ദാറ്റ്സ് അവർ ലവ് ലാംഗ്വേജ്.
എന്തായാലും എന്റെ പഞ്ചാര കുഞ്ചു നാളെ രാവിലെ കുളിച്ച് സുന്ദരനായി എന്റെ കൂടെ വാ. കാണുന്നതേ അവള് ചവിട്ടി പുറത്താക്കാനാ സാധ്യത. എന്നാലും ഒന്ന് പോയി നോക്കാലോ നമുക്ക്. ഏയ്, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. എന്തായാലും ഞാനെന്ന് അവളെ ഇംപ്രസ് ചെയ്യാൻ റെഡി ആയിട്ട് വരാം. ആഹാ മതി. എന്റെ കഴിവ് നീയും അവളും ഒക്കെ കാണാൻ കിടക്കുന്നതേ ഉള്ളു മോനെ ചിമ്മിക്കുട്ട. ഞാൻ പോയി ഒരു നല്ല പ്ലാൻ സെറ്റാക്കട്ടെ. നാളത്തെ ഫസ്റ്റ് കാഴ്ചയിൽ തന്നെ എനിക്ക് അവളെ വീഴ്ത്തണം. ദൈവമേ, കാവിട് തുള്ളിയാ പോകുന്നേ. അവനെ നീ തന്നെ കാത്തോണേ. ആ ചിമ്മി, നീ വന്നോ? എവിടെ നിന്റെ ചങ്ക്? അയ്യോ, പുറകെ വരണ്ട്. ഭയങ്കര പ്ലാനിങ്ങാ. ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ വീഴ്ത്തണോത്രേ. അതിനെന്ത് ഫസ്റ്റ് അല്ലല്ലോ, അവർക്ക് ഓൾറെഡി നന്നായി അറിയാവുന്നതല്ലേ. അവനെ പറ്റി എന്തായാലും ഒരു വേസ്റ്റ് ഇംപ്രഷൻ തന്നെ അവിടെ മനസ്സിലുണ്ടല്ലോ. അതെ അതെ, അതിനി ഒന്നുകൂടി വേസ്റ്റ് ആക്കണം. അതിനുള്ള വരവാണ് വരണത്. കണ്ടോടാ, എല്ലാരും എന്നെ തന്നെ നോക്കട്ടെ. എന്റെ ഗ്ലാമർ കണ്ട് വീണുന്നാ തോന്നുന്നേ. എടാ പൊട്ട, നിനക്കെന്റെ തലയ്ക്ക് വയ്യേ? ഇതെന്ത് കോലുവാ ഇത്? എന്താടാ ചിമ്മി ഇത്? ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ അതൊന്ന് മാറ്റി ഒരു മനുഷ്യക്കോലത്തില് വരെ. കേട്ടില്ല. ഇനിയിപ്പോ അനുഭവിക്കട്ടെ, അല്ല എന്തു പറയാനാ. നിനക്കൊന്നും ഫാഷൻ സെൻസ് ഇല്ല, അതെന്റെ കുഴപ്പമല്ല. എന്റെ കുക്കിക്ക് വിന്റേജ് ലുക്കാണ് ഇഷ്ടം. ഇത് കണ്ട അവൾ എന്തായാലും വീഴും. നീ നോക്കിക്കോ. കണ്ടോ, റോസൊക്കെ ഉണ്ട് എന്റെ കയ്യില്. പിന്നെ ഉറപ്പായിട്ടും വീഴും. പൊട്ടിടിയും ചെയ്യും. ഈ സാധനത്തിനെ പോയി ഒന്ന് കാഴ്ച വെച്ചിട്ട് വരാം. ചെല് ചെല്, ഉടയാതെ കൊണ്ടുപോക്കോട്ടോ. മേ ഐ കമിൻ മാഡം? Yes, come in. മേ ഐ കമിൻ ഡാർലിംഗ്? യു, നീ എന്താ ഇവിടെ? എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ഓഫീസിൽ കാല് കുത്തു നീ. ചിമ്മി, പോലീസിനെ വിളിക്ക്. എടി എടി, ഒന്ന് അടങ്ങടി, ഞാനൊന്ന് പറയട്ടെ. ഇങ്ങനെയാണോ കുക്കുമോളെ നീ നിന്റെ ഭാവി ഭർത്താവിനെ സ്വീകരിക്കുന്നത്? വാട്ട്? ഭർത്താവോ? നീയോ? ചിമ്മി, ഇവനെയാണോ അപ്പൊ നീ വയലന്റ് ആവാതെ ഞാൻ പറയുന്ന ഒന്നും ഇരുന്ന് കേക്ക് എന്റെ പൊന്ന് കുക്കി. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. ഇപ്പൊ ഈ മുതലിനെ കൊണ്ട് ഇവിടെ ഇറങ്ങിക്കോണം. ഇല്ലെങ്കിൽ നീയും പുറത്ത്, അവനും പുറത്ത്. എന്താ മോളെ ഇവിടെ പ്രശ്നം? അങ്ങ് താഴേന്ന് കേക്കാലോ ഇവിടുത്തെ ബഹളം. മുത്തശ്ശ, അത് മുത്തശ്ശ, ഞാൻ മുത്തശ്ശനോ? മുത്തശ്ശ, മുത്തശ്ശൻ എന്നെ അനുഗ്രഹിക്കണം മുത്തശ്ശ. മുത്തശ്ശന്റെ അനുഗ്രഹം എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അയ്യോ കുട്ടി, മോനെ നീ എന്തായി കാണിക്കുന്നേ? എണീക്ക്. മോളെ കുക്കി, ഏതാ ഈ പയ്യൻ? അത് ഞാൻ കുക്കിയുടെ ബോയ് ഫ്രണ്ടാണ് മുത്തശ്ശ. ഏ? എടാ, നിന്നെ ഞാൻ കണ്ടോ മുത്തശ്ശ, എന്നോട് ഇവിടെ എപ്പോഴും ഇങ്ങനെയാ. ഞാനിത് എത്ര നാളായിന്നറിയോ ഒളിപ്പിച്ചു വെക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ തന്നെ 3 കൊല്ലായി. എനിക്കൊരു കല്യാണം കഴിച്ച് കുടുംബമൊക്കെ ജീവിക്കാനുള്ള ആഗ്രഹമുണ്ട്. അതിനെങ്ങനെയാ ഇവള് സമ്മതിക്കണ്ടേ? എന്താ മോളെ ഇത്? എന്തൊക്കെയാ ഞാനീ കേൾക്കുന്നേ? നിനക്ക് 3 വർഷമായിട്ട് ഇങ്ങനൊരു ബന്ധം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോഴാ ഈ മുത്തശ്ശനോട് നിനക്കത് പറയാൻ തോന്നിയത്? നിന്റെ കല്യാണക്കാര്യം തറവാട്ടിൽ ഇത്രയൊക്കെ പ്രശ്നമായിട്ടും നീ എന്താ അതിനെപ്പറ്റി ഒരു വാക്ക് പറയാന്നത്? നിനക്ക് ഒന്ന് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ഈ കുട്ടി പറയുന്നതൊക്കെ സത്യമാണോ? മുത്തശ്ശ, ഞാൻ അതെ, തൽക്കാലം ഇപ്പൊ നീ ഒന്നും പറയാൻ നിൽക്കണ്ട. പുള്ളിയുടെ മുഖം കണ്ടിട്ട് ഒക്കെ ഒരു വിശ്വസിച്ച മട്ട. ഇത് തന്നെയല്ലായിരുന്നു നിനക്ക് വേണ്ടത്. ഈ നിന്റെ കാര്യത്തിൽ ആരും ശല്യം ചെയ്യാൻ വരില്ല. അത് പോരെ നിനക്ക്. അവിടെ കാണും മിണ്ടാതെ നിൽക്കാൻ നോക്ക്. അതെ, ഞാനും ഇവരുമായിട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് ഇഷ്ടത്തിലാണ്. അതെ അതെ, ഞങ്ങളുടെ കോളേജിലെ പെർഫെക്റ്റ് കപ്പിളായിരുന്നു ഇവര്. അത് ശരി. അപ്പൊ നിനക്കും ഒക്കെ അറിയായിരുന്നു അല്ലടാ ചെമ്മി? എന്റെ മോളെ, നീ ഇത് ആരെ പേടിച്ചാ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചത്? നിന്റെ എന്തേലും ഒരു ഇഷ്ടത്തിന് ഇന്നേ വരെ എന്റെ മുത്തശ്ശനോ മുത്തശ്ശിയോ തടസ്സം നിന്നിട്ടുണ്ടോ? നിന്റെ ഇഷ്ടം തന്നെയല്ലേ ഞങ്ങളുടെ ഇഷ്ടം. പിന്നെ എന്തിനാ മോളെ നീ ഇത് ഒളിപ്പിച്ചു വെച്ചത്? അത് പോട്ടെ, മോന്റെ വീട്ടിലാരൊക്കെയുണ്ട്? മുത്തശ്ശൻ അങ്ങോട്ട് വരട്ടെ നിങ്ങളുടെ കാര്യം സംസാരിക്കാൻ. അത് മുത്തശ്ശ, അവൻ എന്റെ കൂടെയാ താമസം. ഞാനാ നിലവിലുള്ള അവന്റെ ഫാമിലി. വേറെ ആരും തൽക്കാലം ഒപ്പില്ല. ഓ ആയിക്കോട്ടെ, ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചേ ഉള്ളൂ, മോനെ വിഷമിപ്പിക്കാനല്ല. ഇനിയിപ്പോ നിങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരു കുടുംബമല്ലേ? കുക്കി, ഇത്ര നാള് തൊളിപ്പിച്ചു വെച്ചതൊക്കെ ഓക്കെ, നടന്നത് നടന്നു. പക്ഷെ ഇനി അത് പറ്റില്ല. നിങ്ങളുടെ കല്യാണം എത്രയും വേഗം ഉണ്ടാവണം. ഇനി ഒഴിവൊന്നും പറയാൻ പറ്റില്ല. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. അല്ല മുത്തശ്ശ, ഇത്ര പെട്ടെന്ന്? പറ്റില്ല.
നിനക്കറിയാലോ വീട്ടിലെ കാര്യം. എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ നോക്കിയിരിക്കുക എല്ലാരും കൂടെ നിന്നെ കിച്ചുവിനെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ എന്റെ മോളെ എത്രയും പെട്ടെന്ന് നിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആളെ തന്നെ കല്യാണം കഴിക്കണം. ഈ മുത്തശ്ശനും മുത്തശ്ശിക്കും അതൊന്ന് കണ്ടാൽ മതി ഇനി. അല്ല മോനെ, നിനക്കിനി എന്തെങ്കിലും എതിർപ്പ്? അല്ല മുത്തശ്ശ, ഇത്ര പെട്ടെന്നോ? കുക്കിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ ഞങ്ങളുടെ കല്യാണം നടത്താൻ പറ്റില്ല. അവൾ എപ്പോ റെഡിയാവുന്നോ അപ്പൊ മതി ഞങ്ങളുടെ കല്യാണം. അതിനുള്ള സാവകാശമൊന്നും നമുക്കിപ്പോ ഇല്ല മോനെ. നിനക്ക് തറവാട്ടിൽ നടക്കുന്നൊന്നും അറിയാഞ്ഞിട്ടാ. എന്തായാലും നിനക്ക് എതിർപ്പൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഉടനെ തന്നെ നിങ്ങളുടെ കല്യാണം ഉണ്ടാവും. ഞാൻ ഇപ്പൊ തന്നെ ജോൾസിനെ കാണാനായി പോകുന്നത്. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തിയിരിക്കും. ഞാനാ പറയുന്നേ.